ധനുഷ് വീണ്ടും സംവിധായക പട്ടം കിട്ടുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഇഡ്ഡലിക്കടയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. നിത്യ മേനോൻ, അരുൺ വിജയ്, അതുപോലെ തന്നെ നമ്മുടെ രാജ് കിരൺ, ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ധനുഷും മെയിൻ റോളാണ്. അതുപോലെ തന്നെ ജി വി പ്രകാശാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ ധനുഷിൻ്റെ പടം എന്ന് പറയുന്നത് കുബേരയായിരുന്നു. അത് വേറൊരു ഡയറക്ടറായിരുന്നു. അതിന് മുമ്പുണ്ടായിരുന്ന പ്രോപ്പർ തമിഴ് സിനിമ എന്ന് പറയുന്നത് റായനായിരുന്നു. അപ്പോൾ റായനും പുള്ളി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയും പുള്ളി തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സോ എന്താണ് പടത്തിൻ്റെ കഥ, അല്ലെങ്കിൽ പ്ലോട്ട് എന്താണ് മെയിൻ റോള്, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടോ എന്നൊക്കെ ഉള്ളത് ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഒക്ടോബർ 1 ചിത്രത്തിൻ്റെ റിലീസുള്ളത്. എന്തായാലും ആ പടം കാണും. അപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. സാരേഗാമ തമിഴ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഇതിൻ്റെ ട്രെയിലർ വന്നിരിക്കുന്നത്. ഇഡ്ഡലിക്കടൈ എന്നാണ് സിനിമയുടെ പേര്, ഒഫീഷ്യൽ ട്രെയിലർ. അപ്പം അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. റെഡ് ജയന്റ് ഉദയാനിധി സ്റ്റാലിനാണല്ലേ? எப்படி இறங்கி பாருங்க. எப்பா எப்படியாச்சும் வாங்கலாம்ப்பா, மணிக்கணக்கா உட்காந்து அரைக்க தேவையில்லைல்ல. ஆட்டுக்குட்டிக்கு ஒரு ஆட்டு மிஷினால என்ன வேணாலும் செய்யலாம். ஆனா கை பக்குவம் வரணும்ல, அது மனசுல இருந்து வரணும். பொதுவா லைஃப்ல நம்ம பண்ற வேலையை ரசிச்சு பண்ணணும்னு சொல்லுவாங்க. அதுக்கு பெரிய பிசினஸ் மேனா இருக்கணும்னு அவசியம் இல்லை. வெறும் இட்லி சுடுறதா கூட இருக்கலாம். நம்ம கம்பெனிக்கு வந்திருக்கிறது 15% ப்ராஃபிட். சத்யராஜ் சூப்பர்யா, சரியான வேலைக்காரன் நீ. நமக்கு அப்புறம் இந்த வீடும் நம்ம கடையும் அப்படியே போயிடுமோன்னு. அவன் எங்க போறான்? இங்கதான் திரும்பி வர போறான், இங்கதான் திரும்பி வர போறான், இங்கதான் திரும்பி வர போறான். ஏப்பா முருகா, இந்த பொண்ணு கையாளி யாரு? உங்ககிட்ட வேலை செய்து கொமட்ல குத்துனா நான் உனக்காக ஒரு பெரிய சாலின் கட்டி வச்சிருக்கேன். இப்படி பொறுப்பு இல்லாம சுத்திக்கிட்டு இருந்தேன். முருகன் பெரிய மிஷிலன் ஸ்டார் ரெஸ்டாரண்ட், ஒரு டப்பா குடிசைக்கு. அது வெறும் கடையில தம்பி, இந்த ஊரோட அடையாளம். அந்த இட்லி கடை எங்க ஊருக்கே பெரிய சென்டிமெண்ட் சார். அவனை முழுசா அழிக்காம நான் இங்க வர மாட்டேன். கிடைக்காது. அவன் சாதத்துக்கு ரெடியா இருக்கான். ஆண்டி, இட்லி சுடுறதுன்னா அவ்வளோ இஷ்டமா? நான் என்னவோ இட்லி சுட தான் பிறந்த மாதிரியே எனக்குள்ள ஒரு நினைப்பு. நான் டைரக்டர் பாய். നൈസ്യ കൺഫേം ഷുവർ ഷോട്ട് പടം ആണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. കാരണം ഒരു ഫീൽ ഗുഡ്, നമ്മളെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ളൊരു ഇമോഷണൽ റൈഡോടുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യം പടത്തിൻ്റെ ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു ബേസിക് നേരത്തെ തൊട്ടറിയാവുന്നൊരു കഥയാണ്. ഇഡ്ഡലിക്കടയിൽ നിന്ന് പോയ ഒരാൾ വലിയ ഒരു AFC എന്ന് പറയുന്ന അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ പോലത്തെ ഒരു വലിയൊരു കടയുടെ മാനേജറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പോസ്റ്റിലേക്ക് വരുന്നു. അവിടുത്തെ മുതലാളിയുടെ മകൻ്റെ കുറേ പ്രവർത്തനങ്ങൾ കാരണം അവിടുന്ന് പുറത്താക്കപ്പെടുകയും തുടർന്ന് സ്വന്തമായിട്ട് പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ഇഡ്ഡലി കട പുള്ളി ഏറ്റെടുത്ത് നടത്തുകയും അവിടെ ഉണ്ടാകുന്ന പുള്ളിയുടെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഒരു സർവൈവൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻസ്പയറിങ് മോട്ടിവേഷൻ സിനിമയായിട്ട്, അത്തരത്തിലുള്ളൊരു സിനിമയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. നമ്മൾ VIP പോലുള്ള സിനിമകൾ കണ്ട അതേ ഒരു പാറ്റേണൊക്കെ ആയിട്ട് ഒരു തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സാധനമാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. മേ ബി ഇത് തന്നെ ആയിരിക്കാം സ്റ്റോറി, അത് ചിലപ്പോൾ ഇതല്ലായിരിക്കാം, വേറെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരിക്കാം. എന്തായാലും നിത്യ മേനോൻ ധനുഷ് കോംബോ എന്ന് പറയുന്നത് നമ്മൾ തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന സിനിമയിൽ തന്നെ കണ്ടതാണ്. നിത്യ മേനോൻ ഏത് ആക്ടർ കൂടത്തിൽ വന്നാലും പുള്ളിക്കാരത്തിയുടെ സിനിമയാക്കി അതിനെ മാറ്റിയെടുക്കും.
സോ പുള്ളിക്കാരിയുടെ ഒരു സെക്ഷൻ സേഫ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ധനുഷ് ബാക്കിയുള്ള ആൾക്കാരുടെ, ധനുഷിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റാണെങ്കിൽ പുള്ളിയുടെ അസുരതാണ്ഡവം എടുത്ത് പുറത്തിടും. സോ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒക്ടോബർ 1-ാം തീയതിയാണ് പടം റിലീസ്. ധനുഷിൻ്റെ ഫസ്റ്റ് പടമായിട്ടുള്ള പവർ പാണ്ഡി എന്ന് പറയുന്ന സിനിമയിലെ നായകനായിരുന്നു രാജ് കിരൺ. ഇപ്പോൾ പുള്ളിയെ തിരിച്ചു കൊണ്ടുവന്ന് പുള്ളിയുടെ 3ാമത്തെ പടത്തിൽ പുള്ളി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതും ഒരു പ്ലസ് പോയിൻ്റാണ്. വീണ്ടും ഒരു ഹിറ്റ് ആവർത്തിക്കുമോ? റായൻ അത്ര വലിയൊരു ഹിറ്റല്ലായിരുന്നു, എന്നാൽ കൂടി നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ അതിനേക്കാളിലും നല്ലൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.